ദുബായിലെ മഹ്ഫിൽ ഇൻ്റർനാഷണൽ പ്രവാസി മലയാളികൾക്കായി നടത്തിയ ചെറുകഥാ മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. ചുഴലിക്കുഴ എന്ന കഥ എഴുതിയ ഹുസ്ന റാഫിക്കാണ് ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. ഇസഡ് എന്ന കഥയുടെ കർത്താവ് റസീന ഹൈദർക്ക് രണ്ടാം സ്ഥാനവും പതക്കറ്റ എന്ന കഥ എഴുതിയ മനോജ് കോടിയത്തിന് മൂന്നാം സ്ഥാനവും ലഭിച്ചു. ഇതുകൂടാതെ 5 പേർക്ക് സ്പെഷ്യൽ ജൂറി പരാമർശവുമുണ്ട്. അനൂപ് കുമ്പനാടിൻ്റെ പഗ്മാർക്ക്, റസീന കെ.പിയുടെ പാറ്റ, ജാസ്മിൻ അമ്പലത്തിലകത്തിൻ്റെ കഥാതന്തു, ആരതി നായരുടെ ചുവന്ന ലോകം, വയ്യ സാജിദയുടെ ദേശാടനപ്പക്ഷികൾ ഉറങ്ങാറില്ല എന്നീ കഥകൾക്കാണ് സ്പെഷ്യൽ ജൂറി പരാമർശം ലഭിച്ചിരിക്കുന്നത്. പ്രശസ്ത സിനിമാ തിരക്കഥാകൃത്തും ചെറുകഥാകൃത്തും സാക്ഷാത്കാരകനുമായ PG ജോൺസൺ ആയിരുന്നു മത്സരത്തിലെ ജൂറി. ഈ മത്സരത്തിൽ സമ്മാനാർഹരായ ഓരോ രചയിതാവും മലയാള ചെറുകഥാ സാഹിത്യത്തിലെ ഭാവി വാഗ്ദാനങ്ങളാണ് എന്നതിൽ സംശയമില്ലെന്ന് PG ജോൺസൺ അഭിപ്രായപ്പെട്ടു. ഭാവനയിൽ കാണുക, എഴുതുക, ചിന്തിക്കുക, പകർത്തിയെഴുതുക, കഥയെ രാഖിമിനുക്കി മനോഹരമാക്കാനുള്ള ഈ സൂത്രവാക്യം എത്രമേൽ ഫലപ്രദമാണെന്ന് യുവ എഴുത്തുകാർ അനുഭവിച്ചറിയുകയും അവരിൽ നിന്ന് ഏറ്റവും മികച്ച കൃതികൾ പിറവിയെടുക്കുകയും ചെയ്യട്ടെയെന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നതായി PG ജോൺസൺ പറഞ്ഞു. മത്സരത്തിലെ വിജയികൾക്ക് നവംബറിൽ ഷാർജയിൽ വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്ന് മത്സരത്തിൻ്റെ കോർഡിനേറ്ററായ ഷാനവാസ് കണ്ണഞ്ചേരി അറിയിച്ചു. കൂടാതെ മത്സരത്തിന് അയച്ചു കിട്ടിയ കഥകളിൽ നിന്ന് മികച്ച കഥകൾ തിരഞ്ഞെടുത്ത് സായ്ക്കഥപ്പൂക്കൾ എന്ന പേരിൽ ഒരു കഥാസമാഹാരം പുറത്തിറക്കാനും തീരുമാനിച്ചതായി ഷാനവാസ് അറിയിച്ചു. ഈ ഗ്രന്ഥം ഷാർജ പുസ്തകമേളയിൽ പ്രകാശനം ചെയ്യുന്നതാണ്.